2026 മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം എന്നിവ വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോടുകൂടി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനാണ് UDF സർക്കാർ വന്നിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള വർധനവ് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെ നിർണായക തീരുമാനങ്ങളും അതുപോലെ തന്നെ കന്നി ബജറ്റിലെ വൻ പ്രഖ്യാപനങ്ങളുമാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉൾപ്പെടെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വലിയൊരു വർധനവ് കൂടിയാണ് പ്രധാനമായും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് UDF സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം കൂടിയാണ് തന്നിട്ടുള്ളത്. സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് തന്നെയായിരിക്കും പെൻഷൻ തുക വിതരണം ആരംഭിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ മാനദണ്ഡങ്ങളിലും മാറ്റം പ്രതീക്ഷിക്കാം. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിലും നിലവിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തുന്നതോടുകൂടി ഇതിലുള്ള വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും. നിലവിലെ ലിസ്റ്റ് പ്രകാരം അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്താനാണ് തീരുമാനം. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമായിരിക്കും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക. 3000 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതിയതായി പെൻഷൻ അപേക്ഷിച്ച് വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പരിശോധനകൾ ബാധകമാകും. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്ക് നേരത്തെയുള്ള സർക്കാരുകൾ നൽകിയിട്ടുള്ള കാലാവധി ജൂൺ 30-ന് അവസാനിക്കും. പുതിയ തീയതി പ്രഖ്യാപനങ്ങൾ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതോടുകൂടി പ്രഖ്യാപിക്കും. വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണം കൂടിയാണ് സംസ്ഥാനം മെയ് മാസം മുതൽ ആരംഭിക്കുന്നത്. ഇതിനു പുറമെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമായി പ്രഖ്യാപിച്ചിട്ടുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സാധാരണക്കാർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത്. ഇതിനു പുറമെയാണ് യുവാക്കൾക്ക് 5.5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്നത്. ഇതെല്ലാം നടപ്പാക്കിയാൽ തന്നെ പുതിയ സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതോടുകൂടി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ തുക മെയ് മാസത്തിലെ ആദ്യഘട്ട വിതരണം വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.